വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഇക്വേഷൻ എഴുതുക, നോട്ട് ചെയ്ത് വെക്കുക. ഫോർ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസിന്റെ രണ്ട് റിലേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസിന്റെ പ്രോപ്പർട്ടീസിന്റെ റിലേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് കാണുന്ന ഗാമ എന്ന് പറയുന്നത് അഡിയാബാറ്റിക് ഇൻഡെക്സ് എന്ന് വിളിക്കുന്ന ഒരു വാല്യൂ ആണ്. ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് CP/CV ഉപയോഗിച്ചിട്ടാണ്. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം അറ്റ് കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും, CV എന്ന് വിളിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഓക്കെ, ഇത് ഞാൻ മനസ്സിലായി. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. ഇനി അടുത്ത ഇക്വേഷനിൽ നമ്മൾ തുടക്കത്തിൽ പറയുന്നുണ്ട് സിൻസ് T1 is equal to T2 and T4 is equal to T3. ശരിയല്ലേ? നമ്മുടെ കാർനോട്ട് സൈക്കിൾ നോക്കി നോക്കൂ. കാർനോട്ട് സൈക്കിൾ നോക്കിയപ്പോൾ TS ഡയഗ്രത്തിൽ നോക്കുന്ന സമയത്ത് ചില ടെമ്പറേച്ചറുകൾ സെയിം ആയിട്ടുണ്ട് അല്ലെ? T1 is equal to T2, T4 is equal to T3. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ തരുന്ന സമയത്ത് T1 തരുന്നതിന് പകരം T3 തരും അല്ലെ, T2 തരും. അപ്പൊ T1 പകരം T2 തന്നാലും T2 പകരം T1 തന്നാലും രണ്ടും സെയിം ആണ്. അത് നമ്മൾ ആലോചിക്കില്ല. അങ്ങനെ നമ്മുടെ ആൻസറുകൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അടുത്ത സെറ്റ് ഇക്വേഷൻ എഴുതുന്നേക്കാൾ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ടെമ്പറേച്ചറിന്റെ ഈക്വാലിറ്റി. ഈ T1 T2 ആണ്, അതുപോലെ T4 T3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടെമ്പറേച്ചറുകളൊന്നും ഒന്ന് കഴിഞ്ഞ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്തൂടെ? കഴിഞ്ഞ ഇക്വേഷനിലെ താഴെയുള്ള ഇക്വേഷൻ നോക്കുക. ഫോർ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ് 4:1 ആ ഇക്വേഷനിലെ V4 divided by V1 is equal to T1 divided by T4 all raised to 1 by gamma minus 1 എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷനിൽ വേണമെങ്കിൽ T1 നമുക്ക് റീപ്ലേസ് ചെയ്യാം വിത്ത് എന്ത്? T2 അല്ലെ? അതുപോലെ തന്നെ T4 നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്ത് വെച്ചിട്ട്? T3. സോ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അടുത്ത് കാണുന്നത്. ഓക്കെ, അങ്ങനെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിയേ. V4 by V1 is equal to കഴിഞ്ഞ ഇക്വേഷൻ പോലെ തന്നെയാണ്. ഈക്വൽ ടു T1 by T4 എന്ന് പകരം ഇവിടെ എന്തായി? T2 by T3 all raised to 1 by gamma minus 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് അസംഷനിൽ എത്താം? നോക്കൂ, എന്താ അസംഷനിൽ എത്താം? ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മള് ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ടാ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അല്ലെ? താഴെ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആക്ച്വലി ഇതിന് ഈക്വൽ ടു ആയിട്ട് T1 പകരം T2 കൊടുത്തു, T4 പകരം T3 കൊടുത്തു. then all raised to 1 by something. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മൾ ഈ T1 പകരം T2 റീപ്ലേസ് ചെയ്തു, അതുപോലെ T4 പകരം T3 റീപ്ലേസ് ചെയ്തപ്പോൾ എന്തായി? ആക്ച്വലി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ഒരേപോലെ കണ്ട. ഇവിടെ V4 by V1 ആണ് ഇക്വേഷനിൽ. ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കൂ, T2 by T3 raised to 1 minus gamma minus 1. നോക്കിയേ, ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് അതുപോലെ അല്ലേ? അതായത് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് വിൽ ബി ഈക്വൽ ടു ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ V3 by V2 is equal to V4 by V1 ആയി. കണ്ടാ, V3 by V2 is equal to V4 by V1 ആയി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാം, ചോദിക്കാം. യാതൊരു പ്രോബ്ലം ഇല്ല. ഇക്വേഷൻ ആയതുകൊണ്ടാണ് മനസ്സിലാവാൻ സാധ്യത കുറവുണ്ട്. അതാണ് പറഞ്ഞ വീണ്ടും വീണ്ടും പറയാണ്. നിങ്ങൾക്ക് വല്ലവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ആദ്യം നമ്മൾ ചെയ്തതാണ് ഫോർ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഒരു ഇക്വേഷൻ എഴുതി, പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻ ആണ്. അതിന്റെ ആ ഇക്വേഷൻ എവിടുന്ന് വന്നു എന്നുള്ളതിലേക്കൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അതിന് അത്രയൊന്നും നമുക്ക് ഇല്ല, നമുക്ക് നോക്കാനില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വേഷനിലേക്ക് രണ്ട് ടെമ്പറേച്ചറുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഓൾമോസ്റ്റ് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, V3 by V2 is equal to V4 by V1. അങ്ങനെ എഴുതി കൂടെ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഗാമയ്ക്ക്
കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടോന്ന്? നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ ഇല്ലടാ, നമ്മൾ ഇല്ല, കോൺസ്റ്റന്റ് ആയിട്ട് വാല്യൂ ഇല്ല. പിന്നെ അത് ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന 1.4 ഞാൻ പറഞ്ഞത് അത് സാധാരണ എയർ ആണ് ഉപയോഗിക്കുന്ന കേസിൽ ഗാമ അങ്ങനെ ആയിരിക്കും. എയറിന്റെ കേസിൽ അല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഗ്യാസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ CP/CVയുടെ വാല്യൂ ആയിരിക്കും ഈ ഗാമയ്ക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ സാധനം ഒരു 1.4ന്റെ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ സാധാരണ നമുക്ക് 1.4 ആയിട്ട് എടുത്തോളാനാണ് പറയാ ക്വസ്റ്റ്യനിൽ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എയർ ആണ് ഉപയോഗിച്ചുള്ളത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഗാമ ഉപയോഗിക്കാം. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഗ്യാസ് വന്നിട്ടാണ് നമുക്ക് പറയണമെങ്കിലും ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഗാമ കണ്ടുപിടിക്കാം. ഗാമ നമുക്ക് 1.4 എടുക്കാം. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത റേഷ്യോ എന്ന് പറഞ്ഞത്, അപ്പൊ നമ്മൾ 2 റേഷ്യോ കണ്ടുപിടിച്ചു, 2 വോളിയം റേഷ്യോ കണ്ടുപിടിച്ചു. V3/V2 = V4/V1. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തി? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ വിൽ ബി ഈക്വൽ ടു അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ. അതായത് നമ്മൾ വർക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിലെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോയും വർക്ക് കൊടുക്കുന്ന പ്രോസസ്സിലെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോയും സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത വോളിയം റേഷ്യോ നോക്കൂ. താഴെ കാണുന്ന വോളിയം റേഷ്യോ അത് എവിടെ നിന്നു? ഈ കാണുന്ന വോളിയം റേഷ്യോ റീഅറേഞ്ച് ചെയ്തിട്ട് വന്നു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇവിടെ കിടന്നിരുന്ന V2നെ റൈറ്റ് സൈഡിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. അതുപോലെ മുകളിൽ കിടന്നിരുന്ന V4നെ നേരെ തിരിച്ചു. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ V2/V1 = V3/V4. അപ്പൊ നമുക്ക് 2 വോളിയം റേഷ്യോ കിട്ടിയില്ലേ? അതിന് അടിയിൽ പറയുന്നുണ്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ = ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ 2-3 വോളിയം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഒരു വോളിയം ആയിരിക്കും കണ്ടുപിടിക്കാണ്ടാവുക. അപ്പൊ നമുക്ക് ഈ റേഷ്യോ ഉപയോഗിച്ച് ആ വോളിയം കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞതെന്ന് പറയാണ്, അഡിയാബാറ്റിക് എക്സ്പാൻഷന്റെ ഇക്വേഷൻ പറഞ്ഞു, അഡിയാബാറ്റിക് കംപ്രഷന്റെ ഇക്വേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ആ ഒരു ഈക്വാലിറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ അഡിയാബാറ്റിക് കംപ്രഷന്റെ ഇക്വേഷനിൽ T1 എന്ത് വെച്ച് T2 റീപ്ലേസ് ചെയ്തു, T3 T4 T3 വെച്ച് റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്തപ്പോൾ എന്തായി? ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡുമായിട്ട് അത് സെയിം ആയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ വോളിയം റേഷ്യോനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ V3/V2 = V4/V1. അതുപോലെ തന്നെ V2/V1 = V3/V4. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് എന്ന് എഴുതിച്ചോ. ഡ്യൂറിംഗ് ദ എൻറ്റയർ സൈക്കിൾ ദ ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിംഗ് 1-2 ആൻഡ് റിജക്റ്റഡ് ഡ്യൂറിംഗ് 3-4. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ ഹീറ്റ് കൊടുത്ത ഒരു സ്റ്റേജിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 1 to 2ന്റെ ഇൻബിറ്റ്വീനാണ് ഹീറ്റ് കൊടുത്തതെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹീറ്റ് കൊടുക്കാന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫ്യൂവൽ സപ്ലൈ ചെയ്ത കാര്യമാണ് പറയുന്നത്. ഹീറ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ ആ എഞ്ചിൻ വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫ്യൂവലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഫ്യൂവലിന്റെ ഹീറ്റ് സപ്ലൈ ചെയ്തതിന്റെ ഒരു ഇക്വേഷൻ നമ്മളുണ്ട്. ഹീറ്റ് സപ്ലൈഡ് = P1V1 ലോഗ്. ലോഗിന് പറയണ അതാണ് ഇൻവേഴ്സ് ലോഗ് ആണത്. ln ബ്രാക്കറ്റില് V2/V1. ആ ഇക്വേഷൻ എഴുതിച്ചോളൂ. P1 × V1 × log ln ആണ് കേട്ടോ. ബ്രാക്കറ്റില് V2/V1. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓരോരോ ഇക്വേഷൻ, ഓരോരോ ലോഗുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓരോരോ ലോകൾ പറയുമ്പോൾ ആ ലോയിൽ നിന്ന് ഇങ്ങനെ ഡിറൈവ് വന്നിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ അതിന്റെ ബേസിക്സ് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. കാരണം നമുക്ക് ഓൾറെഡി ബേസിക്സേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. അതിനോട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്കറിയാം. PV = MRT എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം അല്ലെ? അല്ലെങ്കിൽ PV = nRT എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം അല്ലെ? അതിലെ M അല്ലെങ്കിൽ N എന്തായിരുന്നു? ഡിഫറെന്റ് നൊട്ടേഷനാ? അല്ലല്ലോ, സാധാരണ നൊട്ടേഷൻ ആണ്. NRT ആണ് പഠിച്ചത്, MRT പഠിച്ചില്ല. NRT എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള വ്യത്യാസമല്ലായിരുന്നു ഇക്വേഷൻ. അത് മാസിന്റെ കേസിലും നമ്പർ ഓഫ് മോൾസിന്റെ കേസിലുള്ള ഇക്വേഷൻ ആണത്. NRT എന്നും പറയും, MRT എന്നും പറയും. PV = MRT പറയുമ്പോൾ അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയണത്.
ഫോർ യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസ് ആണെങ്കിൽ പി വി സികളുടെ ആർ ടി ആവും. മറ്റേതാകുമ്പോൾ പി വി സികളുടെ എൻ ആർ ടി എന്ന് പറയുമ്പോൾ അത് നമ്പർ ഓഫ് മോൾസ് ആണത്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ്. നമുക്ക് ബോത്ത് ഉപയോഗിക്കാം. നമ്മളിവിടെ എല്ലാം മാസിന്റെ ടൈംസിൽ പറയണോണ്ട് പി വി സികൾ ടു എം ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, സോ ആ പി വി സികളുടെ എം ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉള്ളതുകൊണ്ട് അവിടുത്തെ പി വൺ വി വൺ എന്നുള്ള ആ ഒരു ടേം നമ്മൾ റീപ്ലേസ് ചെയ്യാണ് എം ആർ ടി വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു ടേം നമ്മൾ എം ആർ ടി വെച്ച് റീപ്ലേസ് ചെയ്ത ഇക്വേഷൻ ആണ് അടുത്ത്. അപ്പൊ ഇതാണ് 1 to 2 പ്രോസസ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 to 2 പ്രോസസ്സിൽ ആഡ് ചെയ്യുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q എന്ന് റെപ്രസെന്റ് ചെയ്യാം ഹീറ്റിനെ. ഓക്കെ, അതുപോലെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് 3 to 4. ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ഫ്യൂവൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂവല് എക്സ്പാൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തായാലും എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്തേക്ക് പോകണം, അല്ലെ? പുറത്തേക്ക് കളയണം. അപ്പൊ നമുക്ക് ആക്ച്വലി എന്താണ് 3 to 4 സ്റ്റേജിൽ നമ്മൾ ആ ഒരു മിനിറ്റ് വെച്ച് കാണുന്നില്ലേ? കാണുന്നില്ലേ? 2-3 പേര് അഡ്മിറ്റ് അവരൊന്ന് അഡ്മിറ്റ് ചെയ്താൽ മാക്സിമം നേരത്തെ തന്നെ വരാൻ നോക്കട്ടെ. അതിന്റെ ഇടയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ആവാണ്. അപ്പൊ ലാസ്റ്റ് കയറിയ ആൾക്കാർ. ഓക്കെ, അത് പോട്ടെ. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഈ 1 to 2 സ്റ്റേജിൽ, അതായത് നമ്മുടെ ഏത് സ്റ്റേജ്? ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജിലാണ് നമ്മൾ ഫ്യൂവൽ കൊടുക്കേണ്ടത്. ആ ഫ്യൂവൽ കൊടുക്കുമ്പോഴാണ് പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജ്, അതായത് 2 to 3 സ്റ്റേജിൽ നമുക്ക് വർക്ക് നമുക്ക് എടുക്കാൻ പറ്റുക, അതായത് അഡയാബാറ്റിക് സ്റ്റേജ് വരുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസോതെർമൽ കംപ്രഷൻ ചെയ്യണം. ഐസോതെർമൽ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എഞ്ചിനകത്തെ ഹീറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ പുറത്തേക്ക് ആക്കിയാൽ മാത്രമാണ് വീണ്ടും അഗൈൻ നമുക്ക് കംപ്രഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹെവി ടെമ്പറേച്ചർ ഹെവി പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ ഈ വണ്ടികളുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ, വീണ്ടും ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേജ് വരുമ്പോൾ സാധാരണ നമ്മുടെ വണ്ടിക്കൊക്കെ അഡീഷണൽ കൂളിംഗ് സെറ്റിങ്ങുകൾ കൊടുത്തിട്ട് നമ്മൾ ആ എഞ്ചിനെ കൂൾ ചെയ്യിപ്പിക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ കോമൺ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ ആണ് പഠിക്കുന്നത്. ഒരു അഡയാബാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു മോഡലാണ്, സോറി കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മോഡൽ സൈക്കിളാണ്. അപ്പൊ ആ സൈക്കിളിന്റെ കേസിൽ പറയുന്നത് ആക്ച്വലി തിയറട്ടിക്കലായിട്ട് പറയുമ്പോൾ ഈ 3 to 4 സ്റ്റേജ്, അതായത് ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേജിൽ നമ്മുടെ ആ മൊത്തം എഞ്ചിനെ നമ്മളൊരു കോൾഡ് ബോഡി വെച്ചിട്ട് കൂൾ ചെയ്യിക്കുകയാണ്. ഒരു കോൾഡ് ബോഡി അതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് അതിന് കൂൾ ചെയ്യിക്കുകയാണ്. എന്നാൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തിരിച്ചു കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കംപ്രഷനും ഈ എക്സ്പാൻഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴാണോ ഫ്യൂവൽ കൊടുക്കണേ അതിനുശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്യിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഹീറ്റ് ബാക്കിയുള്ള ഹീറ്റിന് പുറത്തേക്ക് കളയുന്നു, അതിനെ വീണ്ടും എയറിനെ വീണ്ടും കംപ്രസ് ചെയ്യിക്കുന്നു, വീണ്ടും 1 to 2 സ്റ്റേജിൽ വീണ്ടും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ലൂപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സൈക്കിളായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ,
അപ്പൊ ഫസ്റ്റത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് ആണ്. 1 to 2ലേക്ക് ഹീറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഹീറ്റ് സപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ടുള്ള 2 to 3 ഹീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ 3 to 4 ഹീറ്റ് റിജക്റ്റഡ് എന്നുള്ള ടൈമാണ് കൊടുത്തുള്ളത്. ഹീറ്റ് റിജക്റ്റഡ് ആണ് കാണാൻ പറ്റുക അല്ലെ. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയാൻ കാരണം ഹീറ്റ് ആരും എടുത്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എഗെയിൻ നമുക്ക് അതിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ, എയറിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഹീറ്റ് നമുക്ക് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഈ കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ 3 to 4 അതായത് ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേജിൽ ഒരു കോൾഡ് ബോഡി നമ്മുടെ എഞ്ചിന്റെ അകത്ത് കൊണ്ടുപോയിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എഞ്ചിനകത്തുള്ള ഹീറ്റ് എല്ലാം ഈ കോൾഡ് ബോഡി എടുത്തു കൊണ്ടുപോകും. അപ്പൊ എങ്ങനെയാണ് എഞ്ചിനകത്ത് ഹീറ്റ് ആവണത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജിൽ കൊടുക്കുന്ന ആ ഒരു ഹീറ്റ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സ്റ്റേജിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പുറത്തെടുക്കുന്നു പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഒരു ബാലൻസ് ഹീറ്റ് അവിടെ ഉണ്ടാവല്ലോ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആ ഹീറ്റിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അഡിയാബാറ്റിക് സ്റ്റേജിൽ വർക്ക് മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ കൊടുത്തുള്ള ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വർക്കായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അതിന്റെ ബാലൻസ് ഹീറ്റിനെ റിമൂവ് ചെയ്യണമെന്ന് ഏത് സ്റ്റേജിലാണ്? 3 to 4 സ്റ്റേജിലാണ്. അത് കാർനോട്ടിന്റെ കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൾഡ് ബോഡി വെച്ചിട്ട് തണുപ്പിക്കുന്ന പറയാം. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? റിയൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കത്തി കഴിഞ്ഞ സാധനത്തെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുക, എക്സോസ് ഗ്യാസ് വഴി പുറത്തേക്ക് പോവുക. പക്ഷെ ഇവിടെ ഒരു മോഡലായിട്ട് പഠിക്കണോണ്ട് നമ്മൾ ഇതിനെ ഒരു കോൾഡ് ബോഡി വെച്ച് തണുപ്പിക്കാന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഹീറ്റ് റിജക്റ്റഡിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഈ പറയുന്ന ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ, അതായത് P3 V3 ln V3 by V4. അവിടെ നമ്മൾ എന്ത് ചെയ്തു, P3 V3 എന്നുള്ള ടേം നമുക്ക് MRT എന്ന് പറയുന്ന ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷനും ഹീറ്റ് റിജക്റ്റഡിന്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 2 ബോക്സ് വരയ്ക്കാം. ഒരു ബോക്സ് ഓൾറെഡി വരച്ചിട്ടുണ്ട്, അടുത്ത ബോക്സ് ഇത്. ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഇനി നമ്മൾ ഇതിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1 to 2 സ്റ്റേജില് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് P1 V1 ln V2 by V1 എന്നുള്ളത്. അവിടെ P into V എന്നുള്ള ആ റേഷ്യോ നമ്മൾ PV = MRT എന്നുള്ള ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ P1 V1 മാറ്റിയിട്ട് അതിന് പകരം MRT1 എന്നുള്ള പേര് കൊടുത്തു. അതുപോലെ 3 to 4 സ്റ്റേജില് ബാലൻസ് ഉള്ള ഹീറ്റ് റിമൂവ് ചെയ്ത് കളയുന്ന ഒരു സ്റ്റേജ് ആണ്. ആ സ്റ്റേജില് P3 V3 ln V3 by V4 എന്നുള്ള ഇക്വേഷൻ റീപ്ലേസ് ചെയ്തിട്ട് MRT3 ln V3 by V4 എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റി. ഇത് നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയം ഉള്ള കേസാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. പ്രഷറും വോളിയം ഇല്ല, പകരം ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് R എന്ന് പറഞ്ഞാൽ എന്താണ്? MRT1 R എന്താണ്? MRT1 എന്നുള്ള ഇക്വേഷനിലെ PV പറഞ്ഞോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. എന്ത് കോൺസ്റ്റന്റാ? ഗ്യാസ് കോൺസ്റ്റന്റ്. യെസ്, അതൊരു ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, MRT1 എന്നുള്ളത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് PV = NRT എന്നുള്ള ഇക്വേഷനിലെ ഗ്യാസ് കോൺസ്റ്റന്റും PV = MRT എന്നുള്ള ഗ്യാസ് കോൺസ്റ്റന്റിലെ ഇക്വേഷനിലെ ഗ്യാസ് കോൺസ്റ്റന്റിനും വാല്യൂ ചെറുതായിട്ട് വ്യത്യാസമുണ്ട്, തെറ്റിപ്പോരുത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, പകരം നമുക്കൊരു ഗ്യാസ് കോൺസ്റ്റന്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. MRT1 ln V2 by V1 ആയിട്ട് കണ്ടുപിടിക്കാം. ചിലപ്പോൾ പ്രോബ്ലത്തിൽ പറയാണ് ഈ ഫസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഈ സ്റ്റേജിലെ ഹീറ്റ് എത്രയാണ്, ഹീറ്റ് സപ്ലൈ ചെയ്ത് എത്രയാണ് ഇത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏത് വാല്യൂസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യാം. അതേപോലെ 3 to 4 ഹീറ്റ് റിജക്റ്റഡിന്റെ ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V3 അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഓൾസോ V4 അവൈലബിൾ ആണോ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് P3 എന്ന് പറഞ്ഞ ടൈം നമുക്ക് അവൈലബിൾ അല്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം, MRT3 ടെമ്പറേച്ചർ മാത്രമേ അവൈലബിൾ ഉള്ളൂ എങ്കിൽ നമുക്ക് MRT3 ln V3 by V4 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ ഒന്ന് എഴുതിച്ചോളൂ. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഈ മൊത്തം പേജ് എഴുതിച്ചോ. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഈ മൊത്തം പേജ് എഴുതി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി.
കഴിഞ്ഞ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ആ കഴിഞ്ഞ എഴുതി കഴിഞ്ഞ ഓക്കെ. അപ്പൊ ഹീറ്റ് ഇസ് ഇക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലെ, ഈസി അല്ലേ? എങ്ങനെ ഒന്നും മനസ്സിലായില്ലേ? നമ്മള് ഇൻപുട്ട് ബൈ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, നമ്മൾ സാധാരണ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് എഴുതണ അതേപോലെ തന്നെ എഴുതി. രണ്ട് ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്റ്റഡും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിലെ കോമൺ ടേമുകൾ കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നീട് അവിടെ നമ്മുടെ ഓരോ സ്റ്റേജുകളിലും അവിടെ ഓരോ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. കോമൺ ടൈം ആയിട്ടുള്ള എം ആറിനെ പുറത്തെടുക്കുന്നു ഈ സ്റ്റേജിൽ. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റേജില് അതേപോലെ തന്നെ ഇത് വലിയ മാറ്റങ്ങളൊന്നുമില്ല അല്ലെ. വീണ്ടും അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, സെയിം അല്ലേ? ചെറിയ റീപ്ലേസ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ടെമ്പറേച്ചറുകൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. V3 നമ്മൾ മാറ്റിയിട്ട് V2 ആക്കിയിട്ടുണ്ട്. V4 നമ്മൾ മാറ്റിയിട്ട് V1 ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ റീപ്ലേസ് ചെയ്ത കാരണം എന്തുണ്ടായി? ഇത് മൊത്തം കോമൺ ആയി അല്ലെ. ഇത് കോമൺ ആയതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിൽ MRL എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. MR എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അല്ല, മൊത്തം MRLN V2 by V1 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. പുറത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്തു? T1 by T3 മാത്രം അവിടെ നിർത്തി. T1 ഉം T3 മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ ഡിഫറന്റ് ആയിട്ട് നിന്നിരുന്നത്. സോ അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടൈമിനും പുറത്തേക്ക് എടുത്തു. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറി MRLN V2 by V1 into T1 minus T3 ടോട്ടൽ ഡിവൈഡ് ബൈ MRLN V2 by V1 into T1. ഓക്കെ, അടുത്ത സ്റ്റേജിൽ എന്തായി നോക്കാം. അടുത്ത സ്റ്റേജിൽ നമുക്ക് എന്തുണ്ടാവുന്നു? കോമൺ ആയിട്ടുള്ള MRLN എന്നുള്ള ടേമുകൾ നമ്മൾ വെട്ടിക്കളയാണ്. കോമൺ ടേമുകളെല്ലാം നമ്മൾ വെട്ടിക്കളയുന്നു. MRLN V2 by V1 മുകളിലും ഉണ്ട്, അതേപോലെ തന്നെ MRLN V2 by V1 താഴെയുണ്ട്. സോ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ദെൻ അടുത്ത ഇക്വേഷൻ എന്ത് വരുന്നുണ്ട്? നമ്മുടെ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി എഴുതിക്കോ, അടുത്ത എഴുതിക്കോ. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. ഓർ അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് കഴിഞ്ഞില്ല, 5 ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞോ? അതൊക്കെ തരാം.
ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ T1/T1 എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഡിനോമിനേറ്റർ വെച്ചിട്ട്. T3/T1 ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും അഗൈൻ ഇത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് അവിടെ 1 കിട്ടുന്നു. സോ ഇക്വേഷൻ ഒന്നുകൂടി മോഡിഫൈ ആയി. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - T3/T1 എന്നായി. then again നമ്മൾ പറയുന്നുണ്ട് T3 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നുണ്ട്, T1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നുണ്ട്. അപ്പൊ വേറെ ഒന്നുമില്ല, ഇപ്പോൾ പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി എന്നാണ് പറയുന്നത്. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു അല്ലെ, ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ്. ഇതിൽ 1 ഇവിടെയും 3 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 1 എന്ന് പറയുന്നത് ഹീറ്റ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അഡയാബാറ്റിക് എക്സ്പാൻഷന് മുന്നേ ആയിട്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് ഹീറ്റ് ആഡ് ചെയ്തത് പോയിന്റ് 1 വെച്ചിട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി എന്ന് പറയുന്നു. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഹോട്ട് ബോഡി ആയിരിക്കുമല്ലോ. ഇപ്പൊ കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ പറയുന്നത് ഹോട്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബോഡി അടുത്ത് കൊണ്ട് വെച്ചു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അവരൊരു ശരിക്കുള്ള ടൈം അവർ ഉപയോഗിച്ചുള്ളത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഹീറ്റ് ആഡ് ചെയ്തു എന്ന് പറയുന്നത് മാത്രമല്ലോ. ഇനി ഐസോതെർമൽ അഡയാബാറ്റിക് കംപ്രഷന് മുൻപ് ഐസോതെർമൽ കംപ്രഷനിൽ എന്ത് ചെയ്യണം, ഒരു ഹീറ്റ് റിജക്ഷൻ ഉണ്ട് അല്ലെ. എന്നാൽ മാത്രമാണ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്രഷൻ നടത്താൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ കൂടിയ ഒരു സാധനത്തിന് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല, വർക്കായിട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹീറ്റ് നമുക്ക് ആ എഞ്ചിനിൽ റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയി പോകും. അപ്പൊ ആ ഒരു ഹീറ്റ് റിജക്ഷൻ തുടങ്ങുന്നത് പോയിന്റ് 3 വെച്ചിട്ടാണ്. സോ ആ പോയിന്റ് 3 ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കുന്നു, ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡിയാണ്. ആക്ച്വൽ കാർനോട്ട് സൈക്കിളിന്റെ ഡെഫിനിഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് എന്നല്ല, പകരം കോൾഡ് ബോഡി ആ ഒരു പോയിന്റിൽ കൊണ്ടുവച്ചു എന്നാണ്. കോൾഡ് ബോഡി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടായിരിക്കുന്ന ഒരു ചായയുടെ അടുത്ത് ഒരു ഐസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ചായയുടെ ചൂട് പെട്ടെന്ന് മാറും അല്ലെ. കാരണം എന്താ, ഈ ഐസ് ഉരുകാനുള്ള ടെമ്പറേച്ചർ ചായന്ന് വലിച്ചെടുക്കും, ടെമ്പറേച്ചർ അല്ല ഹീറ്റ്. അപ്പൊ ഈ ഐസ് ഉരുകി പോകുന്നതിനനുസരിച്ച് ചായയിൽ നിന്ന് ഹീറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ തേർഡ് സ്റ്റേജിൽ ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ബാലൻസ് ഉള്ള ഹീറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഹീറ്റ് റിജക്ഷൻ മെത്തേഡ് ഒന്നല്ല ഉപയോഗിക്കണേ. സാധാരണ വണ്ടികളാണെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് വഴി അത് പുറത്തേക്ക് ആക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് ആണ്, സിസ്റ്റം ക്ലോസ്ഡ് ആണ് പറയണത്. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൾഡ് ബോഡി അതിനടുത്ത് കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ആ ഒരു ഹീറ്റ് റിജക്ട് ആയി പൊക്കോളും. അതാണ് ആ രണ്ട് ടെമ്പറേച്ചറുകൾക്കും ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി എന്നും ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി എന്നും പേര് വരാൻ കാരണം. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. ഇനി ആ ഇക്വേഷൻ അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. T3 എന്ന് പറയുന്ന സാധനം T2 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി റീപ്ലേസ് ചെയ്ത് എഴുതാം. സോ ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 ആണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഫോർ കാർനോട്ട് സൈക്കിൾ. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഗൂഗിൾ മീറ്റിൽ ഇടയ്ക്ക് ആൾക്കാർ ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവരെ ഇപ്പൊ പെർമിറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ക്ലാസ് ഇന്ററാക്ട് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷനോട് കൂടി നമ്മുടെ കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? വളരെ സ്ലോ ആയിട്ടാ പോയിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവണം, എല്ലാ കൺസെപ്റ്റും മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളൂ. എന്നിട്ടും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈൻ ക്ലാസ്സുകളാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു സൈക്കിളിന്റെ എഫിഷ്യൻസിയിലേക്ക് നമുക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എഞ്ചിനെ, ഈ ഒരു ഹീറ്റ് എഞ്ചിനെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മോഡൽ എഞ്ചിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ബൈ യൂസിങ് സം ടെമ്പറേച്ചർ പോയിന്റ്സ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനം ടെമ്പറേച്ചറുകൾ മാത്രം വെച്ചുകൊണ്ട് ഇതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി. അത് ഈ കാർനോട്ട് സൈക്കിളിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ടെമ്പറേച്ചറുകൾ മാത്രം ഉപയോഗിച്ച് ഈ ഒരു സൈക്കിളിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതായിരുന്നു കാർനോട്ട് സൈക്കിളും പറഞ്ഞു, അതേപോലെ PV ഡയഗ്രാം, TS ഡയഗ്രാം പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ, രണ്ട് ഇക്വേഷനെ പറ്റി പറഞ്ഞ കാലത്ത് ആ ഇക്വേഷൻ വഴി ഉപയോഗിച്ച് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ റേഷ്യോസ് നമ്മൾ ഈക്വലാക്കി. ഓൾസോ നമ്മൾ ആ ഒരു കംപ്രഷൻ റേഷ്യോസ് നമ്മൾ ഈക്വലാക്കി. സോറി, അങ്ങനെയല്ല, അഡയാബാറ്റിക് പ്രോസസ്സുകൾ തമ്മിലുള്ള വോളിയം റേഷ്യോ ഈക്വലാക്കി, ഐസോതെർമൽ പ്രോസസ്സുകൾ തമ്മിലുള്ള വോളിയം റേഷ്യോ ഈക്വലാക്കി. ടെമ്പറേച്ചറുകൾ ചിലത് സെയിം ആണെന്നുള്ള രീതിയിലേക്ക് എത്തി. അതന്നെ 5 minutes. ഓക്കെ, അതെ സാർ, ഒരു കാര്യം ചെയ്യും, കാറ്റലാക്കിന് പോവാം. ഹലോ, ഓക്കെ, അപ്പൊ തിരിച്ചു വരാം. അപ്പൊ നമ്മൾ രണ്ട് ഒരു കോൾ വന്നാണ്, സോറി, രണ്ട് വോളിയം റേഷ്യോനെ പറ്റി പറഞ്ഞു. നമ്മൾ ആ ഹീറ്റ് സപ്ലൈയുടെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. ആ ഇക്വേഷൻ നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. P = MRT എന്നുള്ള ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് MRT കൊടുത്തിട്ടു.
നമുക്ക് ഏത് ഇക്വേഷൻ വേണം ഉപയോഗിക്കാം. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെക്കാം. ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്റ്റഡും പറയാനുള്ള കാരണം നമ്മുടെ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. ആക്ച്വലി ഫ്യൂവൽ ആഡ് ചെയ്യുന്നതിനാണ് ഹീറ്റ് ആഡ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അത് കാർനോട്ട് ഒരു മോഡേൺ സൈക്കിൾ ആയതുകൊണ്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ഒരു ഹോട്ട് ബോഡി അവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഹീറ്റ് റിജക്റ്റഡിന് നമ്മൾ ഒരു കോൾഡ് ബോഡി അവിടെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ 2 ഇക്വേഷൻസ് കൊണ്ടുവന്നു. പിന്നെ ആ ഇക്വേഷൻസ് വെച്ചിട്ട് വെറുതെ നമ്മൾ പറയുന്ന പോലെ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്നുള്ള കൺസെപ്റ്റില് ആ ഹീറ്റിന്റെ ഇക്വേഷൻസ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഒരു കൺക്ലൂഷൻ കിട്ടി. അതിൽ ചിലത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതി അതിന് ക്രോസിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1 ഓർ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T3 by T1. അങ്ങനെ നമുക്ക് എഴുതാം. ടെമ്പറേച്ചർ നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം T1 is equal to T2, T3 is equal to T4 ആണ്. കാരണം ആ ഒരു സ്റ്റേജുകൾ രണ്ടും ഐസോ തെർമൽ ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഹീറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചറുകൾ സെയിം ആയിരുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ക്ലിയർ? അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് സപ്ലൈഡിന് ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. PV is equal to ln V2 by V1 എന്നുള്ള ഇക്വേഷൻ പറഞ്ഞു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പകരം വേറൊരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കായിരുന്നു. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കൂടി ഉണ്ട്. അതായത് Q is equal to ടെമ്പറേച്ചർ ഇൻറ്റു ചേഞ്ച് ഇൻ എൻട്രോപ്പി. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. TS അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതേപോലെ സെയിം രീതിയിൽ കണ്ടുപിടിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്? ഹീറ്റ് സപ്ലൈഡ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഹീറ്റ് റിജക്റ്റഡ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അവിടെ ആക്ച്വലി ആ ഒരു സ്റ്റേജിൽ എൻട്രോപ്പി ചേഞ്ചുകൾ ഉണ്ട് അല്ലെ? ഐസോതെർമൽ സ്റ്റേജിൽ ടെമ്പറേച്ചറുകൾ മാത്രമേ മാറാതിരുന്നിട്ടുള്ളൂ. എൻട്രോപ്പികൾ മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ വേണ്ട. അപ്പൊ ഇതാണ് DS. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള എൻട്രോപ്പി ചേഞ്ചിനാണ് നമ്മൾ DS എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? T1 into DS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആദ്യത്തെ പോയിന്റിലെ ഹീറ്റ് സപ്ലൈഡ് കിട്ടും. സിമിലർലി T3 into DS ഇവിടുത്തെ DS അത് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ മാതിരി രണ്ടാമത്തെ ഹീറ്റ് റിജക്റ്റഡും കിട്ടും. ആക്ച്വലി ഒരു സിസ്റ്റത്തിനുള്ളിൽ ഹീറ്റ് സപ്ലൈഡ് വിൽ ബി ഈക്വൽ ടു ഹീറ്റ് റിജക്റ്റഡ് ആണ് കേട്ടോ. പക്ഷെ ഒരുപാട് ലോസുകളും വർക്ക് എടുക്കുന്നതിനൊക്കെ കാരണം കൊണ്ട് അത് ശരിയാവില്ല. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന അളവ് തന്നെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേമാതിരി സിമിലർലി കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് പോയിട്ട് അവസാനം നമ്മുടെ എത്തുന്ന ഇക്വേഷൻ സെയിം തന്നെയാണ്. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. ആവശ്യമുള്ളവർക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം. ആർക്കൊക്കെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ ചോദിക്കും പറഞ്ഞാൽ മതി. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നോ നോക്കാം. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഓതറുടെയാണ് ബുക്ക് കിട്ടാം. എയർവാക്കിന്റെ ബുക്കും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ബെഞ്ചമിൻ ആണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇത്ര ഉള്ളൂ. ജസ്റ്റ് ഫൈൻഡ് ദ തിയററ്റിക്കൽ എഫിഷ്യൻസി അത്രേ ഉള്ളൂ. തിയററ്റിക്കൽ എഫിഷ്യൻസി നമ്മുടെ നോർമൽ എഫിഷ്യൻസി. സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ? കഴിഞ്ഞോ? സ്ക്രീൻഷോട്ട് ചെയ്തോ? അത് അല്ലെങ്കിൽ എഴുതിയെടുത്തോട്ടോ, കുഴപ്പമില്ല. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഏറെക്കുറെ ടൈം വന്നിട്ടുണ്ട്. വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് ഈ കാർനോട്ട് സൈക്കിളിലെ 2-3 പ്രോബ്ലം ചെയ്ത് നോക്കണം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാ ഹലോ? കഴിഞ്ഞു. ഓക്കെ, എന്തായാലും താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നോട്ട്സ് ഒക്കെ എങ്ങനെ? നോട്ട്സ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന PPT അയച്ചു തരും. ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ അതിന്? ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലടാ. ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയിട്ട് തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായി. അല്ലെങ്കിൽ ഞാൻ തന്നെ നമ്പറുകൾ സേവ് ചെയ്ത്. ക്ലാസ് റൂം ഉണ്ടോ? ക്ലാസ് റെപ്പ് ഉണ്ടോ? എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്തിട്ടുണ്ട്. അത് ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പറയടാ. സാറ് ലിങ്ക് ഇട്ടാ മതി, അപ്പൊ ഞങ്ങള് കേറിയ പോലെ. അങ്ങനെയാണ് എല്ലാവരും ചെയ്തത്, എല്ലാ ടീച്ചേഴ്സും. എന്താ മനസ്സിലായിടാ നവീൻ? എന്താ മനസ്സിലായില്ല? അല്ല, ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് സാറ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്താൽ മതി, ഞങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തോളാം.
അങ്ങനെയാണ് എല്ലാ ടീച്ചേഴ്സും ചെയ്തത്. അതെ അല്ലെ, ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ ക്ലാസ് റെപ്പ് പോലെ വല്ലവരും തെരഞ്ഞെടുത്തിട്ടുണ്ടാ? ഇല്ല. ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഇടാം. ഫയലിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ മനസ്സിലാവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാലും സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും വാട്സപ്പിൽ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഇന്ന സമയത്ത് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഞാൻ ഓൺലൈനുള്ള സമയമാണെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ അപ്പൊ പറയാൻ പറ്റിച്ച് അപ്പൊ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നീട് പറയാന്നുണ്ട് ഞാനപ്പോ പറയാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ താങ്ക് യു. എന്തായാലും അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ല എല്ലാവരും. ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ശരി, താങ്ക് യു. എല്ലാവരും ലീവ് ചെയ്തോളൂ. അറ്റൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ചെയ്തോളൂ കേട്ടോ.